ഗൈസ് ഈ കാണുന്നതാണ് ജോർജിയയിലെ ഏറ്റവും ഫേമസ് ട്രേഡ് മാർക്ക് ഡിഷായിട്ടുള്ള കിങ്കാലി. ബേസിക്കലി മോമോസ് പോലത്തെ ഒരു ഐറ്റമാണ്. ഉള്ളിൽ ബീഫും കാര്യങ്ങളൊക്കെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഉള്ളിൽ സൂപ്പി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോർജിയയിലെ ഏറ്റവും ഫേമസ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള കിങ്കാലി ഹൗസിലാണ്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് അറാഗ്വലി ബ്രാഞ്ചിലാണ്. ഒരുപാട് നല്ല ജോർജിയൻ ഡിഷസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആകാശമായിട്ടാണ് മെനു ഒക്കെ നോക്കി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കിങ്കാലിയെ പറ്റിയാണ്. കിങ്കാലി എന്ന് പറയുന്നത് ജോർജിയയിലെ ഏറ്റവും ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ അതിനകത്തൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തുള്ള സൂപ്പ് മൊത്തത്തിൽ അങ്ങ് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് മൊത്തത്തിൽ അകത്താക്കുക. അതാണ് ഇത് കഴിക്കുന്നതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതി. നല്ലൊരു കിടിലൻ ആംബിയൻസിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്ത് കിങ്കാലി മാത്രമൊന്നുമില്ല, വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഐറ്റംസ് എടുത്ത് പറയാനാണെങ്കിൽ വീൽ ബാർബിക്യൂ, ഓസ്ത്രി, പിന്നെ കൂടെ ബ്രെഡ്, പിന്നെ അഡ്ജാറുള്ളി കച്ചാപ്പൂരി, പിന്നെ നമ്മുടെ കിങ്കാലി, അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ്. വീൽ ബാർബിക്യൂവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് ഒരുവിധം ഓക്കെ ആയിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അടുത്ത സ്പെഷ്യൽ സാധനം എന്താണെന്ന് വെച്ചാൽ ഒസ്ത്രിയാണ്. ഒസ്ത്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, അത് ബീഫ് കറി തന്നെയാണ്. നാടൻ സ്റ്റൈലിലുള്ളതല്ല, ജോർജിയൻ സ്റ്റൈലിലുള്ള ബീഫ് കറി. അത് കഴിക്കുന്നത് ബ്രെഡ് എടുത്ത് അതിനകത്ത് മുക്കിയിട്ട് നൈസായിട്ട് മുക്കി അങ്ങോട്ട് അടിക്കുക. അതാണ് ഒസ്ത്രി. പിന്നെ ജോർജിയയിലെ അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് അഡ്ജാറുള്ളി കച്ചാപ്പൂരി. ഇത് ബേസിക്കലി ഒരു ചീസ് ബ്രെഡ് ഡിഷാണ്. ഇതിനകത്തൊരു മുട്ടയുണ്ടാവും. മുട്ടയുടെ യോക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ ചീസിൽ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ബ്രെഡിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഈ അഡ്ജാറുള്ളി കച്ചാപ്പൂരിയുടെ ആ മുട്ടയും ചീസുമായിട്ടുള്ള മസാലയിൽ മുക്കിയിട്ട് ഒരു അങ്ങോട്ട് പെടക്കണം. എൻ്റെ മോനെ തീ സാധനം, ഒരു രക്ഷയില്ല. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ദഹിക്കാനായിട്ട് ഒരു ലെമണേഡ് കൂടെ പറഞ്ഞു. പച്ച കളറിനിട്ട് ആരും തെറ്റിയറിയേണ്ട, ജീരകത്തിൻ്റെ ഫ്ലേവറുള്ള ലെമണേഡാണ്. ബേസിക്കലി നമ്മുടെ ജീരക സോഡ. പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ജീരക സോഡ ഇപ്പോൾ ജോർജിയയിലും കിട്ടുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾ ജോർജിയയിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും ജോർജിയ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് കിങ്കാലി ഹൗസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നന്മയോളി സൈനിങ് ഓഫ്. ബൈ.